എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. മൈൻഡ് സെറ്റ് മാറിയാൽ തന്നെ മാറും അല്ലെ? മാറുന്ന ഇപ്പൊ മനസ്സിലായി. അബിത സി സിയിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു ഫേസും ഇപ്പൊ ഉള്ള ഒരു ഫേസും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുണ്ട് അല്ലെ? നമ്മൾ ഫസ്റ്റ് സെറ്റിംഗിൽ ഇരിക്കുമ്പോ അറിയാം ഭയങ്കരമായിട്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസം ഇങ്ങനെ തിങ്ങിയിട്ട്. എടുക്കാന് പോലും ബുദ്ധിമുട്ടായിട്ട്, കരഞ്ഞിട്ട് എനിക്ക് പ്രോപ്പർ ബ്രീത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഡെയിലി പെയിൻ കില്ലർ കഴിച്ചിട്ടൊക്കെ കിടന്നുറങ്ങാം. എവിടേക്കാണ് എന്റെ ലൈഫ് പോണേന്ന് അറിയാത്ത വല്ലാത്തൊരു സിറ്റുവേഷൻ. എനിക്കത് ഫാമിലിയോട് പറഞ്ഞ അവര് പറയും വേണ്ട അവിടെ അതങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ എനിക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ എവിടുന്നും കിട്ടാത്തൊരു സമയത്താണ് ആക്ച്വലി ഞാൻ സിസിയിലേക്ക് വരുന്നത്. ആക്ച്വലി എന്താ പറയാ, മാമിന് തന്നെ അറിയാം ആദ്യം ഞാൻ വന്നപ്പോ എങ്ങനെയായിരുന്നു എന്റെ ഫേസ് എന്നുള്ളത് അല്ലെ. എനിക്ക് തന്നെ അത് ആലോചിക്കുമ്പോ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഫേസുമാണ്, ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാലാണ് എന്റെ പാസ്റ്റ് എന്ന് പറയുന്നത്. സി സിയില് ആക്ച്വലി ഞാന് സി സിയിലെ 7th ബാച്ചാണ്. മാമിനെ കണക്ട് ചെയ്തിട്ട് ഒരു 20 days കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, April 10th. അത് ഇത്രയും കറക്റ്റ് ആയിട്ട് ഓർമ്മയുള്ള എന്താന്ന് വെച്ചാല് അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെയാണ് അന്നൊക്കെ ഞാൻ കടന്നു പോകുന്നത്. മാമിന്റെ അടുത്ത് ഇങ്ങനെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് സിറ്റിംഗ് എനിക്കാണ് മാം തന്നിരിക്കുന്നത്. കാരണം ഇത്രയും മോശം സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ പോയിരുന്നത്. ഇത് എന്താ പറയാ, പിന്നെ എന്താവും, വല്ലാത്തൊരു പാനിക് സിറ്റുവേഷൻ. ഇവൻ എനിക്കൊരു മോളുള്ളത്, അതിന്റെ കുട്ടീനെ എനിക്ക് പ്രോപ്പറായിട്ട് സ്കൂളിൽ പറഞ്ഞേക്കാൻ പറ്റുന്നില്ല, അവൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല, അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. കരഞ്ഞുറങ്ങാത്തൊരു ദിവസമില്ല. ആ നെഗറ്റീവ് തോട്ട്സിന്റെ ബോഡിയെ മൊത്തം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സിറ്റിങ്ങിൽ മാം എന്നെ കേട്ടിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല, നമുക്കൊക്കെ ശരിയാക്കാം. അപ്പോഴും ഞാൻ വിചാരിച്ചു മാം എന്താ അതെല്ലാം കേട്ടിട്ട് എന്നോട് ശരിയാക്കാം, ഞാൻ ശരിയാവുമെന്ന് പറയണേ എന്നൊരു തോട്ട് അന്ന് വന്നിരുന്നു. പക്ഷെ 100% ഞാൻ മാമിൽ വിശ്വസിച്ചു. മാമില് മാത്രം, എനിക്ക് എന്നിലില്ല, ആ ടൈമിലൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് 10 വർഷം കൊണ്ട് മാറാത്തത് ഇനി മാറില്ല എന്നൊരു മൈൻഡ് സെറ്റ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ മാമിന് മാമിന്റെ ഒരു വിശ്വാസം, മാമിനെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ വിശ്വാസങ്ങളൊന്നും തെറ്റിയിട്ടില്ല. എനിക്ക് 5 AM ക്ലബിൽ വരുന്നു, പിന്നെ മെഡിറ്റേഷനും പിന്നെ നമ്മുടെ എനർജി ബാത്ത് ഒക്കെ എടുത്തപ്പോ തന്നെ എന്റെ മൈൻഡ് ഒന്ന് കാമാവല്ലോ, ഞാനൊന്ന് ഇങ്ങനെ ഓക്കെ ആയി തുടങ്ങി. പിന്നെ അതിനുശേഷം എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല അൽഹംദുലില്ലാ. ഈ നേരം വരെ, ഒരു മാസം കഴിഞ്ഞല്ലോ, ഈ നേരം വരെ അൽഹംദുലില്ലാ എനിക്ക് സന്തോഷത്തോടെ കരയാന്നല്ലാതെ സങ്കടപ്പെട്ടിട്ട് എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. പിന്നെ ആ ഒരു 7 days നമ്മുടെ ഹീലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ എന്താ പറയാ, നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഒരു എന്താ പറയാ, അൽഹംദുലില്ലാ ഇപ്പോഴും ഈ നേരം വരെ എനിക്ക് പിന്നെ ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ കുറെ നെഗറ്റീവ് തോട്ട്സിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ആവുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു എന്റെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഞാൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. 100% ഞാൻ മാറിയുന്നില്ല, പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അൽഹംദുലില്ലാ ഞാൻ ആഗ്രഹിച്ച ലൈഫിലൂടെയാണ് ഞാൻ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് മാം തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്കിപ്പോ ഇപ്പൊ ആർക്കായാലും നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയില്ല, നമ്മളിപ്പോ നമ്മുടെ റിലേറ്റീവിന്റെ അടുത്ത് പറയും, അതായത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തൊക്കെ പറയും. പക്ഷെ ഒരിക്കലും നമുക്ക് അവിടുന്ന് ഒരു ഒരു സൊല്യൂഷൻ, പ്രോപ്പർ സൊല്യൂഷൻ നമുക്ക് കിട്ടൂല. അത് ചിലപ്പോൾ നമ്മളെ സമാധാനിപ്പിക്കുമായിരിക്കും, പക്ഷെ നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്നുള്ള അഡ്വൈസ് വാങ്ങണം എന്നുള്ളതും എനിക്ക് മനസ്സിലായി. കാരണം എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇത്രയും കാലം ആരോടും പറഞ്ഞിട്ട് എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു എന്താ പറയാ, റൈറ്റ് പ്ലേസിലേക്ക്, ഒരു റൈറ്റ് പേഴ്സന്റെ അടുത്തേക്കാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. മാഷാ അല്ലാ. ഇനിയും മാറാനുണ്ട്. അങ്ങനെ ഓരോ ദിവസം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്റെ ലൈഫിൽ വലിയൊരു ഡ്രീമായിരുന്നു ഒരു കോച്ച് ആവണം എന്നുള്ളത്. അൽഹംദുലില്ലാ അപ്പം അതും ഇതിലൂടെ ഞാൻ നേടിയെടുക്കും ഇൻഷാ അല്ലാ.
പിന്നെ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആയപ്പോ ബാക്കിയുള്ള എല്ലാ ഏരിയസിലും ഞാനിപ്പം ഹാപ്പിയാണ്. പിന്നെന്താന്ന് വെച്ചാല് ഇപ്പം എല്ലാറ്റിനെയും നമുക്ക് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു തുടങ്ങി. ഓക്കെ അതങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് എന്താ ഓക്കെ അതങ്ങനെ പ്രശ്നമാണ്, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഇനി നമുക്ക് അതിൽ നിന്ന് എങ്ങനെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, അതിനൊക്കെ അങ്ങനെ ഒരു മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. മുന്നെന്ന് പറഞ്ഞാല് ഫുൾ എന്തൊരാളിനെ കണ്ടാലും ഇപ്പൊ പാർട്ട്ണറിനെ കണ്ടാൽ പോലും ഫുള്ള് നെഗറ്റീവ്. അതൊക്കെ നമ്മുടെ തോന്നലുകളായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ തോന്നലുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. പിന്നെന്ന് പറഞ്ഞാല് ഒരു പൗലോ കോലോന്റെ ഒരു വേർഡ് ഉണ്ടല്ലോ, നമ്മൾ എന്താണോ ചിന്തിക്കണത് അതാണ് നമ്മളിലേക്ക് വരാൻ. സത്യം, അത് സത്യമാണ്. കാരണം ഞാൻ എന്റെ പാർട്ട്ണറെ കുറിച്ച് നെഗറ്റീവ് 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 അത് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്, അത് മാത്രമായിരുന്നു എനിക്ക് വന്നത്. ഇപ്പം ഞാന് ഇനിയിപ്പോ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഞാൻ പറയാം ഇതൊക്കെ ഓക്കെയാണ്, പോസിറ്റീവാണ്, ആള് വൈബാണ്, അങ്ങനെ ഇങ്ങനെ മൈൻഡിന് ഇങ്ങനെ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഞാനും ഹാപ്പിയാണ്, എന്റെ പാർട്ട്ണറും എന്റെ ഫാമിലിയും ഒക്കെ ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. എന്റെ എല്ലാ പ്രാർത്ഥനയിലും എന്നും പറയുന്ന പോലെ എന്റെ മാമുണ്ട്, അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ള എന്റെ ഷാന, അവളെ ഞാൻ ഒരിക്കലും മറക്കൂല. കാരണം ഇന്ന് ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു എന്താ പറയാ മാമിലേക്ക് എന്നെ കണക്ട് ചെയ്തത് അവളാണല്ലോ. അപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് മാം എത്രയും പെട്ടെന്ന് ഒന്ന് സിറ്റിംഗ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ആള് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഉള്ളത്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി പോകും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാനും നല്ല തിരക്കിലായിരുന്നു ആ ടൈമില്. ബട്ട് ആ ഒരു അർജൻസിയോട് കൂടെ കേട്ടപ്പോഴാണ് പെട്ടെന്നൊരു സിറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതും. ഒരുപാട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ സിറ്റിംഗ് എടുത്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്കുള്ള 20 ഡേയ്സ് കറക്റ്റ് ഫോളോ അപ്പ്. അബിത ഞാൻ ഓർക്കുന്നുണ്ട്, അബിതയുടെ ഓരോ സമയം ഒരുപാട് ഡൗട്ടുകളാണ്. അങ്ങനെയല്ലേ മാം, ഒരു ഭയങ്കര സങ്കടം നിറഞ്ഞ സംശയങ്ങളായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പം സന്തോഷത്തോടെ ഫേസ് കാണാൻ പറ്റിയതിലും നിങ്ങളുടെ കുടുംബത്തിന്റെ ഫോട്ടോ ഒരുമിച്ച് നിങ്ങൾ നിന്നിട്ട് ഒരു ഫ്രെയിമിൽ നിങ്ങൾ നിന്ന് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ ലൈഫിൽ ഉണ്ടാവട്ടെ. പഠിച്ച ഓരോ കാര്യങ്ങളും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, അല്ലേ? അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. നമ്മുടെ മൈൻഡ്, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മൈൻഡ് സെറ്റ് മാറി. അതെ. ഫസ്റ്റ് മാറ്റേണ്ടത് നമ്മളില്. മാം എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ് മാറ്റം നമ്മളിലാണ് വരുത്തേണ്ടത് എന്ന് പറയുമ്പോൾ പോലും എനിക്ക് ഡൗട്ടായിരുന്നു, നമ്മളിലല്ലല്ലോ വരുത്തേണ്ടത്. പക്ഷെ നമ്മളിൽ ഇങ്ങനെ ചെറിയ 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 മാറ്റങ്ങൾ വന്നപ്പോൾ നമ്മളിൽ മാറ്റം വന്നപ്പോൾ നമ്മളെ ചുറ്റുള്ളവർ മാറി എന്നുള്ള സത്യമാണ്. ഇപ്പൊ മദർ ലോനായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, എന്റെ മദർ ലോ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അൽഹംദുലില്ലാ. നമ്മളെ മാറ്റം നമ്മള് എന്താ വെച്ചാല് എന്തുണ്ടെങ്കിലും പടച്ചോനെ തവക്കൽ ചെയ്യണം. മാം പറഞ്ഞ പോലെ അവരിൽ നിന്നൊന്നും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ ഇപ്പൊ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഞാൻ ഒരാൾക്ക് ചെയ്യുകയാണെങ്കിലും എങ്ങനെയെന്നറിയാം, ഉള്ളില് ഭയങ്കര തൃപ്തിയോട് കൂടിയിട്ട് ചെയ്യുക. വല്ലാത്തൊരു ഫീലാണ്, നമുക്കത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്ത് ചെറിയൊരു കാര്യം നമ്മൾ ഒരാൾക്ക് ചെയ്യുകയാണെങ്കിലും നല്ല തൃപ്തിയോടെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അതിനേക്കാളും വലിയ ഹാപ്പിനെസ്. പിന്നെ നമ്മുടെ മണി അഫർമേഷൻ ഒരു രക്ഷയില്ല. ഇന്നേ വരെ ഞാൻ ഫിനാൻഷ്യലി ആ ഒരു മാമിന്റെ അഫർമേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാനത് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മണി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും അതെന്നെ ഞാൻ എപ്പോഴും ഈ നേരം വരെ ഞാൻ ഫിനാൻഷ്യലി പിന്നെ ഡൗൺ ആയിട്ടില്ല. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ച് ടൈം വിളിക്കും, അപ്പോഴും ഞാൻ വരും, ഓക്കെ വരും, പൈസ വരും. ആ ഒരു അങ്ങനെ മാം പറഞ്ഞിട്ടുള്ള എല്ലാ അഫർമേഷൻസും ഞാൻ അതുപോലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കിട്ടുന്നില്ല. ഫിനാൻഷ്യലി ഞാനിപ്പോ സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ട് എല്ലാ രീതിയിലും. ഡൗൺ ആയിട്ടില്ല. ഇനിയിപ്പോ ഡൗൺ ആയാലും ഞാൻ അതിനെ ഹാപ്പി ആയിട്ട് തന്നെ എടുക്കാറ്. ആ രണ്ട് കാര്യത്തില് വളരെ ഹാപ്പിയാണ് ഡൗൺ മാം. സിറ്റുവേഷൻസ് ഒക്കെ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ പെട്ടിരിക്കാതെ കിട്ടിയ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ അബിതയിൽ കാണുന്ന ഒരു ക്വാളിറ്റി അത് തന്നെയാണ്. അബിത കിട്ടുന്നത് മാക്സിമം അത് ഉപയോഗപ്പെടുത്താൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അത് കീപ്പ് ഓൺ ചെയ്യാം. ഓക്കെ ഇൻഷാല്ലാ മാം, ഒരുപാട് താങ്ക് നേട്ടങ്ങൾ ഇനി ലൈഫിൽ സംഭവിക്കട്ടെ. വലിയ വലിയ അബൻഡൻസുകൾ ലൈഫിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. യു. താങ്ക് യു മാം.